ഹായ്, ഞാൻ ടെസി. ആദ്യം തന്നെ താങ്ക്സ് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാണ്. ഹോം ടൂറിൻ്റെ വീഡിയോക്ക് നല്ല സപ്പോർട്ടാണ് നിങ്ങളെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. താങ്ക് യു സോ മച്ച്. ഒരുപാട് കമൻസ് കണ്ടു. നിങ്ങളെവിടെയാണ്, നിങ്ങളെ റൂം എവിടെയാണ്, സൗദിയിൽ എവിടെയാണ്, വർക്കിംഗ് ആണോ, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ്. ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻസിനും ഞാൻ റിപ്ലൈ ചെയ്തിന്. വീണ്ടും സെയിം ക്വസ്റ്റ്യൻസ് തന്നെ വന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു നല്ലൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത്. ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ ഫാമിലീനെ പരിചയപ്പെടുത്താം. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ഷൗക്കത്ത് എന്നാണ്. എനിക്ക് 3 മക്കളാണ്, അമൻ, അയാൻ, ഐറ. ഇത് നിങ്ങൾ ചോദിച്ചൊരു ചോദ്യത്തിൽ വന്നതാണ് എത്ര മക്കളാണെന്നുള്ളത്. അപ്പോൾ ആ ചോദ്യം ചോദിച്ച ആൾക്ക് അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഏറ്റവും കൂടുതൽ വന്ന ചോദ്യമാണ് ഞാൻ സൗദിയിൽ എവിടെയാണെന്നുള്ളത്, അതുപോലെ ജിദ്ദയിൽ എവിടെയാണെന്നുള്ളത്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ സൗദിയിൽ എവിടെയാണെന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ടാവും. ഞാൻ സൗദിയിൽ ജിദ്ദയിലാണ്. പിന്നെ അടുത്ത ചോദ്യം ജിദ്ദയിൽ എവിടെയാണെന്നുള്ളതാണ്. ജിദ്ദയിൽ ഞാൻ അൽബുറൂദാണ്. അൽബുറൂദ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇത് എത്ര പേർക്ക് ഈ സ്ഥലം അറിയുമെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ തന്നെ ഈ റൂമിലേക്ക് മാറിയപ്പോഴാണ് അൽബുറൂദ് എന്ന് പറഞ്ഞ സ്ഥലത്തിനെ പറ്റി കേട്ടത് തന്നെ. നിയർ ഷറഫിയാണ്. ഷറഫിയൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ ഇത്ര അടുത്തുള്ള സ്ഥലമായിട്ട് ഈ സ്ഥലത്തിൻ്റെ പേര് ഞാൻ തന്നെ ഇങ്ങോട്ട് മാറിയപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ നമ്മൾ ഇസ്കാൻ ബിൽഡിങ്, അതുപോലെ ഉജാല ബിൽഡിംഗ് ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് ഈ സ്ഥലം. പിന്നെ എൻ്റെ സൗണ്ടിന് ചെറിയൊരു കൂറ്റടപ്പുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് ഇങ്ങനെ പോവുന്നുണ്ട്. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടാണ് പറയണത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ നിങ്ങൾ ക്ഷമിക്കണേ. പിന്നൊരു ചോദ്യം റൂമിൻ്റെ റെൻ്റാണ്. ഹോം ടൂർ കാണിച്ചുകൊണ്ട് തന്നെ കുറേ ആൾക്കാർക്ക് റൂമിൻ്റെ റെൻ്റ് അറിയാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഇതൊരു 4 ബെഡ്റൂം ഫ്ലാറ്റാണ്. അപ്പോൾ ഒരു റൂം ലിവിങ് ആക്കി മാറ്റിയിട്ട് ബാക്കി 3 ബെഡ്റൂം ആക്കിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ റെൻ്റ് ഇയർലി 30K ആണ് വരുന്നത്. 6 മാസം അല്ലെങ്കിൽ 3 മാസം ഗ്യാപ്പിൽ അങ്ങനെ കൊടുക്കണം, അല്ലെങ്കിൽ ഇയർലി മൊത്തത്തിൽ കൊടുക്കണം, അങ്ങനെയാണ് അവർ പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ ജിദ്ദയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അറിയാൻ മതിയാവും, ഇവിടെ റൂം കിട്ടാൻ നല്ല പണിയാണ്. ഒരു പുതിയ ബിൽഡിങ് എടുക്കുമ്പോൾ തന്നെ ഓരോരുത്തർ റൂം ബുക്ക് ചെയ്തിടുകയാണ്. നല്ല ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഞങ്ങൾ തന്നെ ഈ റൂമിലേക്ക് മാറുമ്പോൾ ഒരുപാട് തിരഞ്ഞിട്ടാണ് ഈ റൂം കിട്ടിയത്. അത് മാത്രമല്ല റെൻറ്റും നല്ല കൂടുതലാണ്. പിന്നത്തെ ഒരു ചോദ്യമാണ് ഞാൻ വർക്കിംഗ് ആണോ എന്നുള്ളത്. അതിന് ഞാൻ യെസ് എന്നാണ് മറുപടി കൊടുത്തത്. അപ്പോൾ എന്താ വർക്ക് ചെയ്യണത് എന്നൊക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചോദ്യം ഉണ്ടായി. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് എനിക്കെപ്പോഴും യെസ് എന്ന് പറയാനാണ് എനിക്കിഷ്ടം. ഇതിൻ്റെ ആൻസർ യെസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ പ്രയത്നിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഇപ്പം എന്തായാലും അതിൻ്റെ ആൻസർ യെസ് തന്നെയാണ്. ഫസ്റ്റ് തന്നെ ഞാൻ പറയട്ടെ, ഞാനൊരു ഹൗസ് വൈഫാണ്. അത് പറയാൻ എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. ആദ്യം ആ പേര് കേൾക്കുമ്പോൾ എനിക്ക് ആരെങ്കിലുമൊക്കെ എന്നോട് എന്തെങ്കിലും ജോലി ചെയ്യാണോ, എന്താ ജോലി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹൗസ് വൈഫ് എന്ന് പറയാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടേനി. കാരണം എന്താ വെച്ചാൽ ചെറുപ്പം മുതലേ ഞാൻ പഠിക്കുന്ന കാലത്താണെങ്കിലും ചെറുപ്പം മുതലേ എൻ്റെ ഒരാഗ്രഹം സ്വന്തമായിട്ടൊരു ഏണിങ്സ് അത് വേണമെന്നേനി പണ്ട് മുതലേ എൻ്റെ ആഗ്രഹം. ഞാൻ അതിനു വേണ്ടി പക്ഷേ ഞാൻ എൻ്റെയൊക്കെ കല്യാണം നടക്കണ ആ ഒരു കാലത്തിൽ അന്നെന്ന് പറഞ്ഞാൽ +2 ആണ് ഒരു പെൺകുട്ടീൻ്റെ മാക്സിമം. പ്രത്യേകിച്ച് നമ്മളെ മലബാർ ഏരിയയിൽ ആ ഭാഗത്ത് +2 ആകുമ്പോഴത്തേക്കും കല്യാണം കഴിപ്പിച്ച് വിടും, അങ്ങനെയാണ് ഉണ്ടാവില്ല. അപ്പം എനിക്ക് അന്നൊക്കെ എങ്ങനെയെങ്കിലും ഒരു ജോലി എന്നുള്ള ഒരു പഠിച്ച് നല്ലൊരു ഇതിലെത്തണം എന്നേനി. അപ്പോൾ ഞാൻ +2 ടൈമാണ് എൻ്റെ കല്യാണം ഉറപ്പിച്ചത്. അപ്പം അതോടുകൂടി പഠിപ്പിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. പിന്നെ മാരേജ് കഴിഞ്ഞ് 2 months ആയപ്പോഴത്തേനും ഞാൻ പ്രഗ്നൻ്റായി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒന്നിനും ഉള്ള അറിയാലോ, ഒരു ചെറിയ കുട്ടിയൊക്കെ ആകുമ്പോൾ
പക്ഷേ അന്നൊക്കെ എൻ്റെ മനസ്സിലെന്താണ്, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു സ്വന്തമായിട്ടൊരു ഏണിങ്സ് വേണം എന്ന് തന്നെ ഇനി ആ ആഗ്രഹം ഞാൻ മാറ്റി വെച്ചിട്ടേ ഇല്ലേക്ക് എന്തായാലും. പക്ഷേ ഇപ്പോഴത്തെ കാലത്തിൽ പറയുമ്പം ഇത് എത്രത്തോളം ഇതാവുമെന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പോൾ ഒരുവിധം എല്ലാവർക്കും ജോലിയുണ്ട്. പക്ഷേ അന്ന് ഞങ്ങളെ കാലഘട്ടത്തിലൊക്കെ ഗേൾസിന് ജോലി എന്ന് പറഞ്ഞാൽ അത്ര പോപ്പുലർ അല്ല. എല്ലാവരും ഒന്നും അങ്ങനെ ജോലിക്ക് പോണ ആൾക്കാരല്ലേ ഇനി അങ്ങനെ. അപ്പം അങ്ങനെ പിന്നെ എനിക്ക് 3 മക്കളായതിൻ്റെ ശേഷം മോള് ഉണ്ടായതിൻ്റെ ശേഷമാണ് എനിക്ക് ഇനിയിപ്പോൾ ഇങ്ങനെ നിന്നാൽ പറ്റൂല, എന്തെങ്കിലും ജോലി ചെയ്യണം എന്നുള്ളതിന് ഞാൻ +2 എക്സാം എഴുതിയിട്ടില്ലേനി. അങ്ങനെ ഞാൻ +2 എക്സാം എഴുതിയെടുത്ത് അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്ത് ഡിഗ്രി ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഏകദേശം മനസ്സിലായി. ഞാൻ വിചാരിച്ചത് ഞാനിങ്ങനെ ഇങ്ങോട്ട് സൗദിയിലേക്ക് വരുമല്ലേ, അപ്പോൾ സൗദിയിലേക്ക് വരുമ്പോൾ ഇവിടെ ചെയ്യാൻ പറ്റിയ ടീച്ചിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് അതിനെന്തായാലും ഡിഗ്രി വേണം നിർബന്ധം. അപ്പോൾ ആദ്യം +2 കംപ്ലീറ്റ് ചെയ്യണം, പിന്നെ എന്നിട്ട് വേണം ഡിഗ്രി എടുക്കാൻ. അപ്പോൾ അങ്ങനെ ഡിഗ്രി ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ടീച്ചിങ് എനിക്ക് പറ്റൂല. ഞാനത് വിചാരിച്ചിട്ട് കാര്യമില്ല, അതെനിക്ക് പറ്റാത്തൊരു കാര്യമാണ്. അങ്ങനെയാണ് ഞാൻ പിന്നെ എൻ്റെ പാഷൻ്റെ പുറകെ പോകാൻ തുടങ്ങിയത്. എനിക്ക് ചെറുപ്പം മുതലേ ഈ ക്രാഫ്റ്റ് ഡ്രോയിങ്ങൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചെറുപ്പത്തിലൊക്കെ നന്നായിട്ട് ഡ്രോയിങ്, പക്ഷെ ഇപ്പോൾ ആ ടച്ചൊക്കെ വിട്ടുപോയിന്. കലാപരമായ കാര്യങ്ങളിലൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിന്. അപ്പോൾ ഈ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യണതിനെക്കാട്ടി നല്ല പാഷൻ്റെ പിന്നാലെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ക്രാഫ്റ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഇപ്പോൾ ഈ അടുത്ത കുറച്ചായിട്ടുള്ളൂ കേട്ടോ ഞാനത് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുകയാണ്. നാട്ടിലാണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. ഇനി ഇവിടെ ആയതുകൊണ്ട് എനിക്ക് തിരഞ്ഞെടുക്കാനുള്ള ബെറ്റർ ഒരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നിയത് ഇതാണ്. അങ്ങനെ ഞാൻ ഹാമ്പേഴ്സ് ഡെലിവറി ചെയ്യുന്നുണ്ട്. സർപ്രൈസായിട്ട് ബർത്ത്ഡേ ആനിവേഴ്സറി ഹാമ്പേഴ്സൊക്കെ ഡെലിവറി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു ചോദ്യത്തിന് യെസ് തന്നെ പറയാം. ഞാൻ കൂടുതൽ വലിച്ച് നീട്ടി കൊണ്ടുപോകണില്ല. കാരണം എനിക്ക് ഈ ഒരു ചോദ്യത്തിന് ഇത്രയും വലിയൊരു ആൻസർ എന്തായാലും എനിക്കൊരു നിർബന്ധം പറയണം എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ കൂടുതൽ ബോറടിപ്പിക്കില്ല. പിന്നെ ഞാൻ യെസ് എന്ന് പറഞ്ഞാലും ഞാൻ ആദ്യം ഞാൻ ഹൗസ് വൈഫ് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ജോലിയും അതുപോലെ തന്നെ റെസ്പെക്റ്റ് കൊടുക്കേണ്ട ജോലിയും ഹൗസ് വൈഫിൻ്റെതാണെന്നാണ് ഞാനിപ്പം വിശ്വസിക്കുന്നത്. ഒരേ ടൈമിന് ഇമ്മ ആവണം, ഭാര്യ ആവണം, ടീച്ചറാവണം, നേഴ്സാവണം, ഡോക്ടറാവണം, അങ്ങനെ പോയിട്ട് ഒരു ദിവസത്തിൽ 24 hours നിൽക്കാതെ ജോലി ചെയ്യുന്ന ഒരു പ്രൊഫഷൻ എന്ന് വേണമെങ്കിൽ പറയാം ഹൗസ് വൈഫിനെ. അപ്പോൾ അതുകൊണ്ട് ഹൗസ് വൈഫ് എന്ന് പറയണതിൽ ഉള്ള ആ ഒരു എനിക്ക് പണ്ട് കേൾക്കുമ്പോഴുള്ള ആ ഒരു ബുദ്ധിമുട്ട് അതിപ്പോൾ എനിക്കില്ല. അത് ഞാൻ തന്നെ ഇനിയിപ്പോൾ എനിക്ക് ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്നും എനിക്കിപ്പം അതൊരു പ്രശ്നമായിട്ടായി ഞാൻ തന്നെ മാറ്റിയെടുത്ത്. ഇനി ഞാൻ കൂടുതൽ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഇട്ടിട്ട് പോവും. അതുകൊണ്ട് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഹസ്ബൻഡ് ഇവിടെ എന്താ ചെയ്യണത് എന്നാണ് അടുത്ത ക്വസ്റ്റ്യന്. ഹസ്ബൻഡ് ഇവിടെ ബിസിനസ് ചെയ്യാണ്. ഹസ്ബൻഡ് ഫ്രോസൺ ഐറ്റംസിൻ്റെ ബിസിനസ്സാണ്. പിന്നത്തെ ചോദ്യം, മക്കൾ ഇവിടെ ജിദ്ദയിലാണോ പഠിക്കുന്നത് എന്നാണ്. അതേ, മക്കൾ ഇവിടെ ആണ് പഠിക്കുന്നത്. മൂത്ത മോന് അമിമോൻ എന്നാണ് ഓനെ വിളിക്കുക. അമൻ എന്നാണ് പേരെന്നുണ്ടെങ്കിലും അമിമോൻ എന്നാണ് വിളിക്കുക. ഓന് 8th പഠിക്കുന്നത്. രണ്ടാമത്തെ മോൻ അയാൻ ആദി എന്നാണ് വിളിക്കുക. ഓന് 3rd standard. അതുപോലെ മോള് ഐറ ഇലു എന്നാണ് വിളിക്കുക. ഓള് UKG ആണ്. പിന്നത്തെ ചോദ്യം, ഞാനിവിടെ പെർമനൻ്റ് ആണോ, ഏതാ വിസ എന്നുള്ളതാണ്. ഞാൻ വിസിറ്റിങ്ങിനാണ് വരുന്നത്. 1 year മൾട്ടിപ്പിൾ ഫാമിലി വിസിറ്റ് എടുത്തിട്ടാണ് ഇതുവരെ വന്നുകൊണ്ടിരുന്നത്. കാരണം എന്താ വെച്ചാൽ കുറേ നമ്മൾ ശ്രമിച്ച് ഫാമിലി വിസ കിട്ടാൻ വേണ്ടി ശ്രമിച്ച്, പക്ഷേ ഫാമിലി വിസ ഇപ്പോൾ ഇവിടെ കിട്ടണില്ല. അപ്പോൾ വിസിറ്റിങ്ങിന് തന്നെയാണ് വരൽ. അപ്പോൾ എനിക്കിവിടെ ഒരു 1 month കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഞാൻ നാട്ടിലേക്ക് പോവും. എന്നിട്ട് പുതിയ വിസ എടുത്തുകൊണ്ട് തിരിച്ച് വരികയാണ് ചെയ്യുക. ഇതുവരെ അങ്ങനെ തന്നെയാണ് ചെയ്തത്. പിന്നത്തെ ചോദ്യം മദീനൻ്റെ വീഡിയോൻ്റെ താഴെയുള്ള ചോദ്യമാണ്. മദീനക്ക് പോയ വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ താഴെ വന്ന ചോദ്യമാണ്, നിങ്ങൾക്ക് ഫോൺ ചെയ്തുകൂടെ ഇനിയോന്ന്. അതിൽ ഞാൻ മിസ്സിങ് ആയത് പറയുന്നുണ്ട്. അപ്പോൾ അത്
ഒരു നല്ല ചോദ്യം തന്നെയാണ്. ആർക്കും ഡൗട്ട് തോന്നുന്ന ഒരു ചോദ്യം, ഫോണല്ലേ അപ്പോൾ വിളിച്ചാൽ പോരെ എന്നുള്ളത്. പക്ഷേ ഞാൻ എന്താ ചെയ്തത് വെച്ചാൽ എൻ്റെ ഫോണിൽ നാട്ടിലത്തെ സിമ്മാണ്. ഇവിടുത്തെ സിമ്മ് ഞാൻ ഇട്ടിട്ടില്ലേനി. നാട്ടിലത്തെ സിമ്മ, ഇവിടുത്തെ ഫോൺ ഞാൻ റീചാർജ് ചെയ്യലുമില്ല. നാട്ടിലത്തെ സിമ്മ് ഇട്ടിട്ട് വൈഫൈ ആണ് ഞാൻ യൂസ് ചെയ്യൽ. ഇവിടെ പിന്നെ എനിക്ക് അങ്ങനെ ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീട്ടിലാണെങ്കിൽ വൈഫൈ ഉണ്ട്, കോൾ ചെയ്യാനും എന്തിനും വൈഫൈ മതി. പിന്നെ പുറത്ത് പോവുകയാണെങ്കിൽ ഇക്കാക്കൻ്റെ കൂടെ ഞാൻ പുറത്ത് പോകലുള്ളൂ. അപ്പോൾ എനിക്ക് അങ്ങനെ ഇവിടുത്തെ സിം ഇടേണ്ട ആവശ്യം വന്നിട്ടേ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് അന്നേരം വിളിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായത്. നല്ലോണം ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടാവും കേട്ടോ. കാരണം ഇവിടെ ഞങ്ങൾ ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഫ്ലാറ്റിൻ്റെ പണി നടക്കുന്നുണ്ട്. അവിടെ 24 hours പണി തോന്നുന്നുണ്ട്. കാരണം എപ്പോൾ നോക്കിയാലും അവിടുന്ന് ഭയങ്കര സൗണ്ടാണ്. അതുകൊണ്ട് എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ട്, ഈ ഒരു വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടി ഞാൻ കുറേ ദിവസമായി കാത്തിക്കണ്. അപ്പോൾ ഇനിയും കാത്തിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കണം, ഈ ബാക്ക്ഗ്രൗണ്ട് നോയ്സും ഇതൊക്കെ വരുന്നത്. പിന്നത്തെ ചോദ്യം, അബായൻ്റെ ഒരു ഷോട്ട് ഇട്ടീനി. അപ്പോൾ അതിൽ അബായ വാങ്ങിയ ആ ഒരു മാള ഏതാന്ന് ചോദിച്ചിന്. അത് ഞാൻ ഓൾറെഡി അതിൻ്റെ ശേഷം ചെയ്ത ബർത്ത്ഡേ വ്ലോഗിൽ ഞാൻ പറഞ്ഞിന് അത് ഏതാ സ്ഥലം എന്നുള്ളത്. അത് സെറാഫി മാളാണ്. സെറാഫി മെഗാ മാൾ എന്നാണ് അതിൻ്റെ പേര്. നമ്മളെ ജിദ്ദ പാർക്ക് മാളിൻ്റെ ഒക്കെ തൊട്ടടുത്ത് തന്നെയാണ്. പിന്നെ 5 റിയാലിന് കുറച്ച് സാധനങ്ങൾ വാങ്ങിയ ഒരു വീഡിയോ ഇട്ടീനി ഞാൻ. അപ്പോൾ അതിൽ 1 റിയാലിൻ്റെ കുറച്ച് സാധനങ്ങൾ കണ്ടപ്പോൾ 1 റിയാലോ ഉള്ളൂ, ഇത് ഏതാ ഷോപ്പ് എന്നൊക്കെ ചോദിച്ചു കണ്ടെനിക്ക് മെസ്സേജ് കമൻറ്റ് വന്നേനി. അപ്പോൾ അത് നമ്മൾ ബവാദിയിലുള്ള 5 റിയാലാണ്. ജിദ്ദയിൽ ബവാദിയിലുള്ള 5 റിയാലാണ്. അവിടെ 1 റിയാലിൻ്റെ സാധനം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പക്ഷേ ഇത് ബാക്ക് ടു സ്കൂൾ ഓഫർ ആയതുകൊണ്ടാണോ എന്താ എനിക്കറിയില്ല. ചില ടൈമിന് അങ്ങനെ വരലുണ്ട് 1 റിയാലിനൊക്കെ സാധനം. അപ്പോൾ ഇതെനിക്ക് 1 റിയാലിന് നല്ല ലാഭേനി ആ സാധനങ്ങളൊക്കെ കിട്ടിയത്. അപ്പോൾ ആ 5 റിയാൽ എവിടെയാണെന്ന് ചോദിച്ചാൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഫ്രൈഡേയിൽ ഞങ്ങളൊരു ബീച്ചിൽ പോയ വീഡിയോ ഇട്ടീനി. അപ്പോൾ അത് ഏതാ ബീച്ച് എന്ന് ചോദിച്ചിനി. അത് ജിദ്ദ ന്യൂ കോർണിഷാണ്. അപ്പോൾ ഏകദേശം എല്ലാ ചോദ്യത്തിനുള്ള ആൻസറായി എന്ന് ഞാൻ വിചാരിക്കണേ. എന്തെങ്കിലുമൊക്കെ വിട്ടു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, എനിക്ക് ഓർമ്മയുള്ളതൊക്കെ ഞാൻ പറഞ്ഞേനെ. എന്തെങ്കിലുമൊക്കെ വിട്ടു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ചോളൂ കേട്ടോ. പിന്നെ ഇക്കാക്കൻ്റെ പെർഫ്യൂമിൻ്റെ ഒരു പർച്ചേസ് ചെയ്യുന്ന വീഡിയോൻ്റെ താഴെ പെർഫ്യൂം കളക്ഷൻസ് കാണിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമൻറ്റ് വന്നേനെ. അപ്പോൾ എന്തായാലും പെർഫ്യൂം കളക്ഷൻസ് ഞാനൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ ക്വസ്റ്റ്യൻ ആൻസർ. അപ്പം ഓക്കെ, ബൈ.